ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥാ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമെല്ലാം അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമെല്ലാം അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിന്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും മഹാരായുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും മഹാരായുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമെല്ലാം അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമെല്ലാം അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിറയ്ക്കുക നിൻ അഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുവാൻ. നിറയ്ക്കുക നിൻ അഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുവാൻ. മുട്ടോളമെല്ലാം അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമെല്ലാം അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുദാതാ मेरे खुदा, करता हूँ स्तुति आराधना. यीशु दाता मेरे खुदा, करता हूँ स्तुति आराधना. घुटनों से ऊंचा, कमर से भी ज्यादा, तुझ में डूबो यही ख्वाहिश मेरी. घुटनों से ऊंचा, कमर से भी ज्यादा, तुझ में डूबो यही ख्वाहिश मेरी. മുട്ടോളമെല്ലാം അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമെല്ലാം അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. താങ്ക് യു. താങ്ക് യു മോളെ സോഫിയ. മൾട്ടി ലിംഗ്വിസ്റ്റിക് സോങ്, മലയാളത്തിലും ഹിന്ദിയിലുമായി മനോഹരമായിട്ട് പാടിയ ആ പാട്ട്, സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ സോഫിയായെ. സ്തോത്രം. കർത്താവിന് വേണ്ടി അധികം പാടുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ജീവിതം തന്നെ കർത്താവിന്റെ മഹത്വത്തിനായി തീരുവാൻ ദൈവം ഇടയാകട്ടെ. ഞാൻ സാധാരണ പറയുന്നത് പോലെ നാം ദൈവത്തെ അധരങ്ങളിലൂടെ മഹത്വപ്പെടുത്താറുണ്ട്. എന്നാൽ അധരങ്ങളാൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പോലെ അതിനേക്കാൾ കൂടുതലായും നമ്മുടെ ജീവിതം ദൈവത്തിന്റെ മഹത്വത്തിനായി തീരണം. God's glory through our life, in and through our lives.
നമ്മിലൂടെയും തിരുമഹത്വം വെളിപ്പെടുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. പ്രിയ പൈതലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിലായി തീരുവാൻ, സ്തോത്രം, കർത്താവിലായി തീരുവാൻ, മുഴുവനുമായി നിമജ്ഞനപ്പെടുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാ ദൈവദാസിദാസന്മാരെയും വന്ദനം ചെയ്തുകൊണ്ടും അനാദിയായും ശാശ്വതവുമായ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ടും നമ്മുടെ പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗമാണ് നാം ചിന്തിച്ചു വരുന്നത്. ഇന്ന് നമുക്ക് 2-ാം ഭാഗത്തേക്ക് പ്രവേശിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ നാം ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്നത് സമാധാനം വരുത്തുന്ന ഒരുവന്റെ പ്രത്യേകതകൾ. സമാധാനം വരുത്തുവാൻ ആർക്കാണ് സാധിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് യാക്കോബ് അപ്പോസ്തലൻ നമ്മോട് പറഞ്ഞ 8 കാര്യങ്ങളെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അതിൽ ഏതാണ്ട് പകുതിയോളം ഇന്നലെ നമ്മൾ ചിന്തിച്ചു. ബാക്കി ഭാഗത്തേക്കും കൂടെ ഇന്ന് നമുക്ക് വേഗത്തിൽ പോയിട്ട് അത് വേഗം ഞാൻ പര്യവസാനിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അഷ്ടഭാഗ്യ വർണ്ണനകളിലെ 7-ാമത്തേതിന് ഒരു അഷ്ടലക്ഷണങ്ങളാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. അത് നാം യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് അതിന്റെ 17-ാം വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. 18-ാം വാക്യം അതിന്റെ 2-ാം ഘട്ടത്തിലായിരിക്കും നാം പരിഗണിക്കുന്നത്. 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു വിടുകയായിരുന്നു. നാം അതില് 17-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് വായിച്ചിട്ട് അതിലേക്ക് പ്രവേശിക്കാം. ജെയിംസ് 3:17 once again please. But the wisdom that comes from heaven is first of all pure, then peace-loving, considerate, submissive, full of mercy and good fruit, impartial and sincere. 8 വസ്തുതകളെ കുറിച്ച് നാം അവിടെ കാണുന്നുണ്ട്. അതിൽ നമ്മൾ ആദ്യത്തെ 4 എണ്ണം ഇന്നലെ കണ്ടു. പ്യുവർ, സ്വർഗത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം. അത് ഉണ്ടാക്കാത്ത, സ്ട്രൈഫ്, വഴക്കും വയ്യാവേലിയൊന്നും ഇല്ലാത്ത, സമാധാനമാചരിക്കുന്ന ജ്ഞാനം. അതിൻ്റെ 8 വിശേഷതകളെ കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നതിൽ 1-ാമത്തെ വിശേഷത അത് നിർമ്മലമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന ആ ഭാഗ്യവർണ്ണനയിൽ നാം കണ്ട കാര്യങ്ങളൊക്കെ അതിന് ആപ്ലിക്കബിൾ ആണ്. 2-ാമത് നാം കണ്ടത്, സ്തോത്രം, അത് പീസബിൾ, സമാധാനം അന്വേഷിക്കുന്നതാണ്, സമാധാനം ഉണ്ടാക്കുന്നതാണ്. അവിടുത്തെ സമാധാനത്തിന്റെ അർത്ഥവും നമ്മൾ കണ്ടു. മനുഷ്യർ തമ്മിലും മനുഷ്യരും ദൈവവും തമ്മിലുമുള്ള ഹൃദ്യമായ ബന്ധം, ഹാർദവമായ ബന്ധം. അപ്പോൾ അവിടുത്തെ സമാധാനം എന്ന് പറയുന്നത് രമ്യമായ ബന്ധത്തെ കുറിക്കുന്നതാണെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ 3-ാമത്തെ വിശേഷതയാണ് നമ്മൾ വിവരിക്കാൻ അല്ലെങ്കിൽ നിർവചിക്കാൻ കഴിയാത്ത ഒരു വാക്കുപോലെ കണ്ടത്. സ്തോത്രം. അതിൻ്റെ ജെന്റിൽ, കൺസിഡറേറ്റ് എന്നുള്ളത് നാം കണ്ടു. 4-ാമത്തേതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട വേർഷനിൽ സബ്മിസീവ് എന്ന് കണ്ടു. മറ്റ് ഭാഷകളിലൊക്കെ നാം കാണുന്നത് അനുസരണമുള്ളത്, ഒബീഡിയന്റ് അല്ലെങ്കിൽ ഒബീഡിയൻസ് എന്നുള്ളതാണ്. അപ്പൊ സബ്മിസീവ് എന്നുള്ളതും തെറ്റായതല്ല, അതിനോട് ചേർന്ന് നിൽക്കുന്നു. സബ്മിഷൻ ഉണ്ടെങ്കിലേ ഒബീഡിയൻസ് ഉള്ളൂ.
Where there is no submission, there is no obedience. Where there is no submissiveness, there will be rebelliousness. There will be stubbornness. അവിടെ സ്റ്റിഫ് നെക്കഡ്നെസ്സേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് അർത്ഥം ഒന്ന് തന്നെയാണ്. സബ്മിസീവ് എന്ന് പറഞ്ഞാലും ഒബീഡിയന്റ് എന്ന് പറഞ്ഞാലും. ആ അനുസരണത്തിന്റെ രണ്ട് വശങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. ഒന്ന്, റെഡി ടു ഒബേ. റെഡി ടു ഒബേ, ആജ്ഞ കിട്ടാനിരിക്കുന്നു അനുസരിക്കാൻ. അപ്പോൾ എല്ലാ സമയത്തും തിരുവഴുത്തുകൾ നാം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അങ്ങനെയുള്ളവർക്ക് കർത്താവേ നീ എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് നാം സമാധാനം ആചരിക്കുക എന്ന ഈ വിഷയത്തിൽ ദൈവത്തിന്റെ കൽപ്പനയാണ്, കഴിവുള്ളിടത്തോളം എല്ലാവരോടും സമാധാനമായിട്ടിരിക്കുക. സ്തോത്രം. അപ്പോൾ ഇവിടെ അനുസരണത്തിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുന്ന ഒരനുഭവം. രണ്ടാമത്തെ അർത്ഥമാണ് നാം കണ്ടത്, ഈസി ടു പെർസുവേഡ്. പറഞ്ഞ് മനസ്സിലാക്കി ആളിനെ ഒന്ന് എന്താണ് പറയുന്നത്, ശരിയായ നിലയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. ഇറ്റ്സ് നോട്ട് എ വീക്ക്നെസ്. എ പേഴ്സൺ ക്യാൻ ബി പെർസുവേഡഡ് not because he is weak. അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി ബലഹീനനായതുകൊണ്ടും കഴിവില്ലാത്തതുകൊണ്ടും പാവപ്പെട്ടവനായതുകൊണ്ടും ഒക്കെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കാവുന്നൊന്നുമല്ല. പിന്നെന്താണ് അവിടുത്തെ അർത്ഥം? സ്തോത്രം. അവിടെ ഉദ്ദേശിക്കുന്നത് he is willing to listen. We can persuade him, open to reason. Absolutely. Open to reason in RSV. That means he is very much willing to listen, to obey. And therefore it is very easy to convince him. It is very easy to persuade him. അങ്ങനെ ഒരുക്കമായിരിക്കുന്ന ഒരു വ്യക്തി. That means he is not at all rigid. കടുംപിടുത്തമുള്ള ആളല്ല അദ്ദേഹം. കടുംപിടുത്തമുള്ള ആളല്ല. He is not stiff-necked. Stiff-necked ചിലപ്പോ ഒക്കെ നമ്മൾക്ക് രാത്രിയിലൊക്കെ കിടക്കുമ്പം പിടലി ഉളുക്കുമല്ലോ. ഉളുക്കി കഴിയുമ്പം പിന്നെ നമുക്ക് ഇങ്ങനെ തിരിയാൻ നോക്കത്തില്ല. പിന്നെ ആന തിരിയുന്ന പോലെ വേണം തിരിയാൻ. ഫുൾ ബോഡി തിരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഫുൾ ബോഡി തിരിക്കണം. അപ്പൊ സ്റ്റിഫ് നെക്ഡ്, തിരിയത്തില്ല, ഒട്ടും ഫ്ലെക്സിബിലിറ്റി ഇല്ല. അതേസമയം ഈ അനുസരണം എന്നുള്ളതിന്റെ ഈ രണ്ടാമത്തെ അർത്ഥം ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഏതെങ്കിലും വഴിക്കാളിനെ തിരിക്കാമെന്ന അർത്ഥമൊന്നുമല്ല. അങ്ങനൊന്നും ചിന്തിക്കരുത്. ആ പുള്ളിയെ എന്ത് പറഞ്ഞും എങ്ങനെയും മനസ്സിലാക്കിക്കാം, അതല്ല. യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞാൽ ആളിന് മനസ്സിലാവും. സ്തോത്രം. അപ്പോൾ പലരുടെയും വിഷയം ആളിനെ കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെന്നുള്ളതാണ്. ചിലരുടെ വിഷയം ഒരു തരത്തിലും ആളിനെ കൺവിൻസ് ചെയ്യാൻ ഒക്കത്തില്ലെന്നുള്ളതും. അതേസമയം അനുസരണം ഉള്ളവൻ, ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം ഓപ്പൺ മൈൻഡഡ് ആണ്. ഞാൻ അറിയുന്നതും ഞാൻ ചിന്തിക്കുന്നതും മാത്രമേ ശരിയുള്ളൂ എന്നും പറഞ്ഞല്ലിരിക്കുന്നത്. മറ്റു ഭാഗങ്ങളും ഉണ്ടാകും. അതും തിരിച്ചറിഞ്ഞാൽ അനുസരിക്കാൻ തയ്യാറാണ് എന്ന നിലയിൽ ഉള്ള അവസ്ഥയാണ് അനുസരണമെന്ന് നമ്മൾ ഇന്നലെ ഒടുവിൽ കണ്ടത്. ഇന്ന് അഞ്ചാമത്തേതിലേക്ക് പോവുകയാണ്. അനുസരണമുള്ളതും അതിനുശേഷം നാം വായിക്കുന്നത് കൈൻഡ്നസ്, അല്ലേ? കരുണ, mercy. Full of mercy. നമ്മൾ ഇതിന് കുറച്ചു മുമ്പാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്നത് പഠിച്ചത്. അതുകൊണ്ട് കൂടുതലൊന്നും അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എലിയോസ് എന്ന വാക്കാണ് നമ്മൾ അവിടെ നിന്നും പഠിച്ചത്. ഇപ്പോഴും
നമ്മൾ പലർക്കും അത് ഓർമ്മ കാണുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഞാനൊരു കമന്റേറ്ററിന്റെ കമന്റ് കണ്ടത്, വായിച്ചത് ഇങ്ങനെയാണ്: എലിയോസ് അല്ലെങ്കിൽ കരുണ അല്ലെങ്കിൽ മെർസി എന്ന വാക്കിന് ഗ്രീക്ക് ലിറ്ററേച്ചർ കൊടുത്തിരുന്ന അർത്ഥത്തെ ക്രിസ്ത്യാനിറ്റി തിരുത്തി എന്നാണ്. തിരുത്തി എന്നല്ല, അതിനെ മാറ്റി എന്നാണ്. സ്തോത്രം. ഇൻ ഗ്രീക്ക് ലാംഗ്വേജ് that was a pity or a sympathy to a person who used to be in suffering without justice. Unjust sufferers-നോടുള്ള ഒരു മനോഭാവം മാത്രമാണ് ഗ്രീക്ക് ലാംഗ്വേജിൽ ഈ എലിയോസ് അഥവാ കരുണയുള്ളവൻ എന്ന് പറയുന്നത്. ഗ്രീക്ക് പശ്ചാത്തലത്തിൽ കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ ആരോടെ കരുണ കാണിക്കുക എന്നുള്ളതാണ്? അന്യായം സഹിക്കുന്നവനോട് കാണിക്കുന്ന സഹതാപമാണ്. അന്യായം സഹിക്കുന്നവനോട്, അതായത് നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അവൻ അനുഭവിക്കട്ടെ, അവൻ തന്നെ വരുത്തി വെച്ച വിനയ. It is brought by himself and therefore let him endure. Normal mentality അതാ, സാധാരണമായിട്ടുള്ള നമ്മുടെ ചിന്താഗതിയാണത്. അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായത് അനുഭവിച്ചോട്ടെ. ഗ്രീക്ക് പശ്ചാത്തലത്തിൽ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നത്തിനോടും കരുണയില്ല. Elios doesn't consider or propose a kindness for people who suffer because of their mistakes, because of their wrongdoings, because of their wrong choices. തങ്ങളുടേതായ തെറ്റ് നിമിത്തം കഷ്ടത അനുഭവിക്കുന്നവരോട് കരുണ കാണിക്കാൻ വേണ്ടി എലിയോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം ഗ്രീക്ക് പശ്ചാത്തലത്തിൽ അനുവദിക്കുന്നില്ല. അവൻ അനുഭവിച്ചോട്ടെ എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്ത്യാനിറ്റി ആ വാക്കിന്റെ അർത്ഥം മാറ്റി. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത്. എന്താ മാറ്റിയത്? നോട്ട് ഓൺലി be kind not only to those who suffer unjustly, but also those who suffered because of their own faults. സ്വന്തം തെറ്റുകൊണ്ട് പോലും കഷ്ടത അനുഭവിക്കുന്നവരോട് കാണിക്കേണ്ട മനോഭാവമാണ് കരുണ എന്നാണ് ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുന്നത്. സ്തോത്രം. വ്യത്യാസം മനസ്സിലായല്ലോ? ക്രിസ്ത്യാനിത്വത്തിന് പുറത്ത് കരുണ എന്ന് പറഞ്ഞാൽ കഷ്ടത അനുഭവിക്കുന്നവരോട്, അന്യായം സഹിക്കുന്നവരോടുള്ള മനോഭാവമാണ്. എന്നാൽ ക്രിസ്ത്യാനിത്വത്തിൽ കരുണ എന്ന് പറയുന്നത് കേവലം അന്യായം, അനീതി സഹിക്കുന്നവരോട് മാത്രമല്ല, ന്യായമായും അവർക്ക് ലഭിക്കേണ്ട കഷ്ടതകൾ, ശിക്ഷകൾ, ദണ്ഡനങ്ങൾ ലഭിക്കുമ്പോൾ അവരോട് പോലും കാണിക്കേണ്ട മനോഭാവമാണ്. അത് സത്യത്തിൽ ദൈവത്തിന്റെ സ്വഭാവമാണ്. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. എങ്ങനെ? പാപത്തിന്റെ ശിക്ഷ നമുക്ക് വരേണ്ടതാണ്, അത് ന്യായമായതാണ്. അന്യായമായ ശിക്ഷ അല്ലത്. നമ്മുടെ പാപത്തിന് ഒത്തതുപോലെ നമ്മൾ പ്രാപിക്കുന്നെങ്കിൽ അത് അന്യായമായിട്ടുള്ളതല്ല, ന്യായമായിട്ടുള്ളതാണ്. പക്ഷേ ആ ന്യായമായിട്ടുള്ള സഹനത്തിന് പോലും, ആ സഹനത്തിൽ പോലും ദൈവത്തിന് നമ്മോട് മനസ്സലിവുണ്ടായി, കരുണയുണ്ടായി. ദൈവത്തിന് നമ്മോട് കരുണ തോന്നുവാൻ വേണ്ടിയിട്ട് നിയമം അനുവദിക്കുന്നില്ല. സ്തോത്രം.
We are not worthy of that. നമ്മൾ അതിന് യോഗ്യരല്ല. എങ്കിലും ദൈവത്തിന്റെ കരുണ നിയമപരമായ പരിമിതികളെ കവിഞ്ഞ് നമ്മോട് മനസ്സലിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ പറയുന്ന സ്തോത്രം, ഇവിടെ പറയുന്ന ആ കരുണ, ഫുൾ ഓഫ് മെർസി എന്ന് പറയുമ്പോൾ സമാധാനം ഉണ്ടാക്കുവാൻ അത് കൂടിയേ തീരൂ. സമാധാനം ഉണ്ടാക്കുന്നവർക്ക് ഈ കരുണ നിറഞ്ഞ അനുഭവം ഉണ്ടാകും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോ പറയും എൻ്റെ കുറ്റമല്ലത്, അവന്റെ കുറ്റമാ മൊത്തം, അതുകൊണ്ട് അവനോട് എനിക്ക് നിരക്കുവാൻ കഴിയത്തില്ല. This is full of his mistake and therefore I'm not willing to reconcile with him. If I choose to do so, you cannot blame me because it is his mistake. Fully he is wrong. ഞാൻ 100% ശരിയാണ് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. തെറ്റ് മുഴുവനും അവൻ്റെതാണ്. എങ്കിൽ പോലും ഫുൾ ഓഫ് മേഴ്സി, കരുണ നിറഞ്ഞതാണെങ്കിൽ ദൈവം എന്നോട് കാണിച്ച അതേ കരുണയായിരിക്കും ഞാൻ മറ്റവനോടും കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ എന്തുണ്ടാകുന്നു? സമാധാന ബന്ധമുണ്ടാകുന്നു. സ്തോത്രം. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ അതേ കരുണയുടെ സ്വഭാവമുള്ളവരായിരിക്കും. നമ്മോട് തെറ്റ് ചെയ്ത് നാം ന്യായമായും വെറുക്കേണ്ടവരോട് തന്നെ നാം എന്ത് ചെയ്യും? സ്തോത്രം. നാം ന്യായമായി വെറുക്കേണ്ട, പിണങ്ങിയിരിക്കേണ്ടവരോട് ദൈവം കരുണ കാണിക്കുന്നത് പോലെ നമ്മൾ കരുണ കാണിക്കും. സ്തോത്രം. അങ്ങനെ ഒരു കരുണ കാണിക്കുന്ന സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരോടും എന്തായിരിക്കാൻ സാധിക്കും? സമാധാനം ആചരിക്കാൻ സാധിക്കും. സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നീതി 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 എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. കരുണയില്ല. സ്തോത്രം. നീതി മാത്രം നമ്മൾ നോക്കിയാൽ നമുക്ക് എല്ലാവരോടും ഒന്നും സമാധാനം ആചരിക്കാൻ പറ്റുകയില്ല. എന്നാൽ നമ്മൾ കരുണയുള്ളവരായിരിക്കണം. അന്ന് നമ്മളത് കണ്ടു. സ്തോത്രം. നമുക്ക് അർഹമായ ശിക്ഷയെ റദ്ദാക്കുന്ന ദൈവത്തിന്റെ സ്വഭാവമാണ് കരുണ. സ്തോത്രം. അതേപ്പറ്റി നമ്മൾ വളരെ വിശാലമായിട്ട് അന്ന് കണ്ടിരുന്നു. അതുകൊണ്ട് ഇനിയും അത് ആവർത്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. അപ്പോൾ ഏലിയോസ് എന്ന് പറഞ്ഞാൽ ഗാഡ്സ് പിറ്റി towards sinners even after they having been convicted or convinced. മനുഷ്യർ പാപികളെന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷവും ദൈവം കാണിക്കുന്ന കരുണയുടെ അതേ സ്വഭാവം ഉള്ളവരായി നമ്മൾ മാറിയാൽ എല്ലാവരോടും നമുക്ക് നിരപ്പുള്ളവരായും സമാധാനം ആചരിക്കുവാനും സാധിക്കും. അതാണ് അവിടെ പറയുന്നത്. സ്തോത്രം. അതാണ് അവിടെ പറയുന്നത്. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ വി ആർ ഇലിയോസ് മെർസിഫുൾ അങ്ങനെയാകുന്നെങ്കിൽ സ്തോത്രം, ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എ പ്രാക്ടിക്കൽ ഹെൽപ്പ് ടു ദം. സ്തോത്രം. അത് നമ്മൾ കണ്ടു. ക്രിസ്ത്യൻ ഇലിയോസ് പിറ്റി എന്ന് പറയുന്നത് നോട്ട് ഓൺലി ആൻ ഇമോഷൻ ബട്ട് ദാറ്റ് റിസൾട്ട്സ് ഇൻ ആൻ ആക്ഷൻ. നമ്മൾ നേരത്തെ കണ്ടതാ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന ഭാഗത്ത്. സ്തോത്രം. ക്രിസ്തീയ കരുണ നമുക്ക് ആരോടെങ്കിലും തോന്നുന്ന ഒരു വികാരം മാത്രമല്ല,
അതൊരു പ്രവൃത്തി കൂടെയാണ്. That emotion will result in an action. സ്തോത്രം. അതാണ് ഇവിടെ അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, അത് ഫുൾ ഓഫ് മെർസി, അത് കരുണ നിറഞ്ഞതാണ്. കരുണ നിറഞ്ഞതെന്നല്ലേ നമ്മൾ വായിക്കുന്നത്? അതെ, കരുണയും സൽഫലവും നിറഞ്ഞത്. അപ്പോൾ കരുണ നിറഞ്ഞത്, അതാണ് അഞ്ചാമത്തെ സ്വഭാവം. ആറാമത്തെ സ്വഭാവം അതിനോട് ചേർന്ന് തന്നെ ഉള്ളതാണ് സൽഫലം നിറഞ്ഞത്. ഫുൾ ഓഫ് ഗുഡ് വർക്ക്സ്. അങ്ങനെയല്ലേ ഇംഗ്ലീഷിൽ കാണുന്നത്? ഗുഡ് വർക്ക്സ് എന്നല്ലേ? ഗുഡ് ഫ്രൂട്ട്. സൽഫലം നിറഞ്ഞത്. ഓക്കെ, സൽഫലം നിറഞ്ഞത്. സ്തോത്രം. എല്ലാവർക്കും ഫലമുണ്ട്, സൽഫലമാണോ എന്ന് നാം അറിഞ്ഞാൽ മതി. സ്തോത്രം. നമ്മൾ പാട്ട് പാടാറുണ്ട്, സൽഫലം കായ്ച്ചുലഞ്ഞിടുവാൻ കാട്ടലുവായിരുന്ന നമ്മയെ നാട്ടലുവോട് ചേർത്തൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് കുരിശിന്റെ തണലാണെന്റെ എന്ന് പറയുന്ന പാട്ടിനകത്ത് തുടങ്ങുന്ന പാട്ട് നമ്മൾ പാടാറുണ്ട്. സ്തോത്രം. സൽഫലം കായ്ച്ചുലഞ്ഞിടട്ടെ, വല്ലഭൻ ഉല്ലാസമാകട്ടെ. അപ്പോൾ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് സൽഫലം കായ്ക്കുക എന്നുള്ളതാണ്. ആ സൽഫലത്തിന് ഞാൻ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചതനുസരിച്ച് മനസ്സിലാക്കുന്നത് വിശദമാക്കാതെ പറയാം. മത്തായി 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ സൽഫലം മീൻസ് ഫ്രൂട്ട് worthy of repentance. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 8-ാം വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. Matthew 3:8. Produce fruit in keeping with repentance. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. സ്തോത്രം. ഫ്രൂട്ട് ഇൻ worthy of repentance, in keeping in repentance. അതായത് നിങ്ങൾ മാനസാന്തരപ്പെട്ടവരാണെന്ന് ഓർത്തുകൊണ്ട് ഫലം കായ്ക്കാൻ. സ്തോത്രം. സ്നാനപ്പെട്ടതാണെന്ന് ഓർത്തുകൊണ്ട് ഫലം കായ്ക്കാൻ. ചിലപ്പോഴൊക്കെ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉപവാസമാണെന്നെങ്കിലും ഒന്ന് ഓർക്കാൻ. ഞായറാഴ്ച നേരം വെളുത്ത് നീ ഇങ്ങനെ ചെയ്യാതെ ഇന്ന് സൺഡേ ആണെന്നെങ്കിലും ഒന്ന് ഓർക്കാൻ. ബിക്കോസ് ദേ ആർ നോട്ട് സെൻസിബിൾ ടു their identity. അതേസമയം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ലഭിച്ച സമാധാനമുണ്ടാക്കുന്ന ഒരാൾ, അവൻ ആരാണ്, അവൾ ആരാണ് എന്നുള്ള സ്വന്തം ഐഡന്റിറ്റിയെ കുറിച്ച് സെൻസിബിൾ ആയിരിക്കും, തിരിച്ചറിവുള്ളയാളായിരിക്കും. സ്തോത്രം. ഞാൻ ആരാണെന്നുള്ള തികഞ്ഞ ബോധ്യം. സ്തോത്രം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. സ്തോത്രം. ഇപ്പം യോഗം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ദൈവവചനം കേട്ടിട്ട് അങ്ങോട്ട് എഴുന്നേറ്റതേ ഉള്ളൂ. അതെങ്കിലും ഒന്ന് ഓർക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്തോത്രം. അപ്പോൾ മാനസാന്തരത്തിന് മുമ്പ് എന്തും കായ്ക്കാമായിരുന്നെങ്കിൽ മാനസാന്തരപ്പെട്ടതിന് ശേഷം അങ്ങനെയല്ല. സ്തോത്രം. ഓക്കെ, വിവരിക്കുന്നില്ല അതിനെക്കുറിച്ച്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് നമുക്കൊക്കെ പരിചയമുള്ള ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലെ 19 മുതൽക്കുള്ള വാക്യങ്ങൾ, 21 മുതൽക്കുള്ള വാക്യങ്ങളാണ്. അവിടെ വായിക്കുന്നത് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. അത് നമുക്ക് പരിചയമുള്ളതാണ്. ആത്മാവിന്റെ ഫലം. സ്തോത്രം. അതായത് പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് വരുമ്പോൾ
നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനോട് ബഡ് ചെയ്യപ്പെടുമ്പോൾ അവിടെ നിന്നും ഉണ്ടാകുന്ന ഫലമാണത്, ആത്മാവിന്റെ ഫലം. സ്തോത്രം. ആത്മാവിന്റെ ഫലം. സ്തോത്രം. പിന്നീട് അവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ തന്നെ നാം കാണുന്നുണ്ട് 10-ാമത്തെ വാക്യത്തിൽ, മാത്യു 3:10, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. കണ്ടോ, നല്ല ഫലം കായ്ക്കാത്ത. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ സൽഫലങ്ങൾ, സൽഫലവും എന്നുള്ളതിന്റെ അതേ അർത്ഥം തന്നെയാണ് അവിടെ. ഗുഡ് ഫ്രൂട്ട്, നല്ല ഫലം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുന്ന മറ്റൊരു പ്രയോഗം കൂടെയുണ്ട്. വേഴ്സ് 8, 15 വേഴ്സ് 8, 15:8. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. വളരെ ഫലം കായ്ക്കുന്ന അനുഭവം. സ്തോത്രം. വളരെ ഫലം കായ്ക്കുന്ന അനുഭവം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരിക്കലും ഞാൻ പറഞ്ഞുവിട്ട കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ഫലമില്ലാത്ത അവസ്ഥയുണ്ട്, ആകാത്ത ഫലം കായ്ക്കുന്ന അവസ്ഥയുണ്ട്, കാലം തെറ്റി അൺസീസണലായിട്ട് കാലം തെറ്റി കായ്ക്കുന്ന ഫലങ്ങളുണ്ട്, കുറച്ചു മാത്രം അല്പം ഫലം മാത്രം കായ്ക്കുന്നതുണ്ട്, പിന്നെ നിലനിൽക്കാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളുമുണ്ട്. ഫ്രൂട്ട്ലെസ്നെസ് ഉണ്ട്, വൈൽഡ് ഫ്രൂട്ട് ബയറിങ്, ആകാത്ത ഫലം കായ്ക്കുന്ന അനുഭവങ്ങളുണ്ട്, അൺസീസണൽ ഋതുവിന്റെ തക്ക കാലത്തല്ലാത്ത ഫലം കായ്ക്കുന്നതുണ്ട്. പല വൃക്ഷങ്ങളുടെയും അത് കായ്ക്കാൻ ഒരു സീസൺ ഉണ്ട്. ആ സീസണിലല്ല ഫലം കായ്ക്കുന്നതെങ്കിൽ മിക്കപ്പോഴും ആ ഫലം ഉപയോഗശൂന്യമാണ്, പ്രയോജനമില്ലാത്തതാണ്. അതുകൊണ്ടാണ് അൺസീസണൽ നമ്മൾ വായിക്കുന്നത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ഇരിക്കുമെന്നാണ്. 1-ാം സങ്കീർത്തനത്തിലും യിരെമ്യാ പ്രവചനത്തിലും വായിക്കുന്നത് തക്ക കാലത്ത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തക്ക കാലത്ത് ഫലം കായ്ക്കണം. പിന്നെ 4-ാമത്തെയാണ് പറഞ്ഞത് വളരെ കുറച്ചു ഫലം മാത്രം. ഇപ്പൊ നമ്മൾ കണ്ടത് നിങ്ങൾ ഏറെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. വേറെ ഒന്ന് 15-ലേക്കൊക്കെ വരുമ്പോൾ കായ്ക്കുന്നുണ്ട്, നിങ്ങളുടെ ഫലം നിലനിൽക്കണം. അപ്പോൾ നിലനിൽക്കാത്ത ഫലങ്ങൾ ഉണ്ട്. ഈ 5 നെഗറ്റീവാ. പോസിറ്റീവായിട്ട് വരുമ്പോഴാണ് ഫ്രൂട്ട്ഫുൾനെസ്, ഫലം കായ്ക്കുക. ഗുഡ് ഫ്രൂട്ട് ബെയറിംഗ്, നല്ല ഫലം കായ്ക്കുക. സീസണൽ ഫ്രൂട്ട് ബെയറിംഗ്, തക്കകാലത്ത് ഫലം കായ്ക്കുക. ബെയർ മച്ച് ഫ്രൂട്ട്സ്, വളരെ ഫലം കായ്ക്കുക. യോഹന്നാൻ 15 അതാണ് കർത്താവ് പറയുന്നത്, എന്നിൽ കായ്ക്കുന്ന കൊമ്പുകളൊക്കെയും അവൻ ചെത്തി വെടിപ്പാകുന്നു. പ്രൂണിങ് എന്തിനു വേണ്ടിയാ? ദാറ്റ് യു മൈ ബെയർ മോർ ഫ്രൂട്ട്സ്. 8-ാം വാക്യം നമ്മൾ വായിച്ചു, യു ബെയർ മച്ച് ഫ്രൂട്ട് ആൻഡ് therefore my father is glorified. മച്ച് ഫ്രൂട്ട് ബെയറിങ്. പിന്നീടാണ് 15-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, ഫ്രൂട്ട് ദാറ്റ് റിമൈൻസ്, റിമൈനിങ് ഫ്രൂട്ട്സ്, ഫ്രൂട്ട് ബെയറിങ്, നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്ന അനുഭവം. സ്തോത്രം.
അതേക്കുറിച്ച് നമ്മൾ പിന്നെയും കണ്ടത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം, ആത്മാവിന്റെ ഫലം, ആത്മാവിന്റെ ഫലം. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നമ്മിൽ നിന്നും പുറത്തു വരുന്ന ഫലം. അതുകൊണ്ടാണ് പറയുന്നത് ഫലം കൊണ്ട് തിരിച്ചറിയാം വൃക്ഷം ഏതാണെന്ന്. നമ്മൾ എത്ര ഹല്ലേലൂയ പറഞ്ഞാലും, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ, ഒന്ന് ഷേക്ക് ചെയ്യുമ്പോൾ പുറത്തു വരുന്നത് ചായയാണോ കാപ്പിയാണോ എന്നറിയാം. അതിൽ നിന്നറിയാം അകത്ത് കിടക്കുന്നത് എന്താണെന്ന്. സ്തോത്രം. ചിലപ്പോൾ ചിലരൊക്കെ ദേഷ്യം അങ്ങോട്ട് വന്നിട്ട് അങ്ങ് വിൽക്കും, അങ്ങ് വിഴുങ്ങുക. വാക്ക് വരാഞ്ഞിട്ടൊന്നുമല്ല, വിഴുങ്ങുക. എന്നിട്ട് പറയും ഞാനൊന്നും പറയുന്നില്ല കേട്ടോ, ഞാനൊന്നും എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. We know what is inside. എന്നാൽ അങ്ങനെ വരുമ്പോൾ സമാധാനം ഉണ്ടാവുകയാണോ അതോ സമാധാനം നഷ്ടപ്പെടുകയാണോ? നഷ്ടപ്പെടുക. സ്തോത്രം. പകരം നമ്മൾ സൽഫലം കായ്ക്കുന്നവരാണെങ്കിൽ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും. സ്വർഗത്തിലെ ജ്ഞാനമാണ് നമുക്കുള്ളതെങ്കിൽ, ഉയരത്തിലെ ജ്ഞാനമാണ് നമുക്കുള്ളതെങ്കിൽ തീർച്ചയായും നാം, സ്തോത്രം, ഈ സൽഫലങ്ങൾ കായ്ക്കുന്നവരായിരിക്കും. കായ്ക്കുമെന്നല്ല, നിറഞ്ഞു നിൽക്കുന്നവരായിരിക്കും. എപ്പോൾ അന്വേഷിച്ചാലും നമ്മൾ എന്തുണ്ട്? സൽഫലങ്ങളുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ഈ ക്ഷമ എന്ന ഫലം ആത്മാവിന്റെ ഫലത്തിൽപ്പെട്ടതാണല്ലോ. സ്തോത്രം. ദീർഘക്ഷമ. ഈ ക്ഷമ എന്ന ഫലം അത് കായ്ക്കാനുള്ള സീസൺ എപ്പോഴാ? The apt season to bear the fruit of forgiveness. Come on, please, come on. Always. Okay, apt season. എന്നാലും ഉണ്ടല്ലോ അതിനൊരു സീസൺ. കോപം വരുമ്പോൾ, മറ്റുള്ളവർ കോപിക്കുമ്പോൾ, അതായത് നമ്മൾ അന്യായം സഹിക്കുമ്പോഴായിരിക്കുമോ അതോ എപ്പോഴും നമ്മളോട് എല്ലാവരും സ്നേഹമായിട്ടിരിക്കുന്ന സമയത്തായിരിക്കുമോ? യെസ്, റൈറ്റ് ജോബ്. സഹിക്കുന്ന സമയത്ത്. യെസ്, when people wrong with us, when people do wrong with us, when people behave us unjustly, unrighteously, ആ സീസണിൽ നമ്മിൽ നിന്ന് സ്നേഹവും ക്ഷമയും ഒക്കെ പുറത്തു വരുമോ? ആ തക്കകാലമാണ് ഞാൻ ചോദിച്ചത് ഏതാണെന്ന്. ക്ഷമ എന്ന ഫലം പുറപ്പെടുവിക്കാനുള്ള തക്ക കാലം എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മെ വിരോധിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാ. സ്നേഹം എന്ന ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാനുള്ള തക്ക കാലം എപ്പോഴാ? When people hate us. മനുഷ്യരെ നമ്മുടെ തലമേലെ ഓടിക്കുമാറാക്കുമ്പോൾ. യെസ്, മറ്റുള്ളവർ നമ്മുടെ തലമേൽ കയറി വണ്ടി ഓടിക്കുമ്പോൾ, അവർ നമ്മെ അന്യായമായിട്ട് പീഡിപ്പിക്കുമ്പോൾ, ദോഷം ചെയ്യുമ്പോൾ, വെറുക്കുമ്പോൾ, പ്രകോപിപ്പിക്കുമ്പോൾ ഒക്കെയാണ് നമ്മിൽ നിന്ന് സ്നേഹവും ശാന്തതയും തുടങ്ങിയുള്ള എല്ലാ ആത്മാവിന്റെ ഫലവും പുറപ്പെടേണ്ടത്. സ്തോത്രം. പക്ഷേ നമ്മിലൊക്കെ ആ സമയത്ത് തന്നെയാണോ ഈ ഫലമൊക്കെ കായ്ക്കുന്നത്, അതോ റോങ് സീസണിലാണോ? സ്തോത്രം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം സമാധാനമുണ്ടാക്കുന്നവരിൽ വ്യാപരിക്കുന്ന ജ്ഞാനം, അത് സൽഫലങ്ങൾ നിറഞ്ഞതാണ്. ആ ഫലങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടത്. സ്തോത്രം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, എവറി ഫ്രൂട്ട്
that would be produced from the Spirit of God. All the fruits that is being produced in God, ദൈവത്തിൽ നിന്ന് പുറത്തു വരുന്ന ഫലങ്ങൾ, പരിശുദ്ധാത്മാവ് പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ, ക്രിസ്തു വെളിപ്പെടുത്തുന്ന ഫലങ്ങൾ, അതെല്ലാമാണ് സൽഫലങ്ങൾ. അത് എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കണം. സ്തോത്രം. എപ്പോഴും നമ്മൾ ഉണ്ടായിരിക്കണം. എനിക്കറിയാം, ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഇതിൽ പല സമയങ്ങളിലും നമ്മൾ പരാജയപ്പെടാറുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. കർത്താവേ, ഇന്നിടത്തൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഒക്കെ എന്നോട് പൊറുക്കണമേ. ഞാൻ എല്ലാ കരുണയും സൽഫലവും നിറഞ്ഞതൊക്കെയായി തീരാൻ, അങ്ങനെ ഞാൻ സമാധാനം വരുത്തുന്നയാളായി തീരുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന സമർപ്പണത്തോടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിങ്കിലായിരിക്കാം. സ്തോത്രം. ഇവിടെ നാം കാണുന്നത് 6ാമത്തെ സംഗതിയാണ്. സ്തോത്രം. സൽഫലം നിറഞ്ഞതും. ഇനി അടുത്ത 2 പറയുന്നത് 7ഉം 8ഉം നമ്മിൽ ഇല്ലാതിരിക്കേണ്ട സംഗതിയാണ്. ഇതുവരെ നമ്മൾ ചിന്തിച്ചത് നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നിർമ്മലത, സമാധാനം, ശാന്തത, അനുസരണം, കരുണ, സൽഫലം. ഈ 6 നമ്മിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. സമാധാനം ഉണ്ടാക്കുന്നവരാകുവാൻ ഈ 6 സ്വഭാവ വിശേഷതകൾ നമുക്കുണ്ടായിരിക്കണം. എന്നാൽ ഇനിയും പറയാൻ പോകുന്ന 2 നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. Now the 7th and 8th should not be found in us, that we may be peacemakers. നാം സമാധാനം ഉണ്ടാക്കുന്നവരാകേണ്ടതിന് അടുത്ത 2 സ്വഭാവങ്ങൾ നമ്മിൽ ഉണ്ടാകരുത്. അതിൽ ഒന്നാമത്തേത് പക്ഷപാതം. സ്തോത്രം. ഇംഗ്ലീഷിൽ എന്താ കൊടുത്തിരിക്കുന്നത്? Impartial. We should be impartial. സ്തോത്രം. impartial. ആഡിയാക്രീറ്റോസ് എന്നൊരു വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആഡിയാക്രീറ്റോസ്, ADIA KRITOS, ആഡിയാക്രീറ്റോസ്, ADIAKRITOS. അതിന്റെ അർത്ഥം അൺഡിവൈഡഡ് എന്നാണ്. അൺഡിവൈഡഡ്. ദ്വന്ദ്വപക്ഷവും പല പക്ഷങ്ങൾ, ഗ്രൂപ്പിസം, പാനലിസം ഒന്നുമില്ലാത്ത ഒരനുഭവം. യൂദായുടെ ലേഖനം 18ഉം 19ഉം വാക്യങ്ങൾ. Jude 18 and 19. 18-19. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. സ്തോത്രം. അന്ത്യകാലത്ത് ഉണ്ടാകുന്ന പാപികളെ കുറിച്ച് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാരൊക്കെ മുൻ പറഞ്ഞ കാര്യം യൂദാ അപ്പോസ്തലൻ എഴുതുകയാണ്. അങ്ങനെയുള്ളവർ അവരെന്താണ്? എങ്ങനെയുള്ളവരാണ് അവര്? ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. സ്തോത്രം. ഭിന്നത ഉണ്ടാക്കുന്നവർ, ഫൂഡ് ഡാൽനെ വാലെ. Just opposite to what Christ said in Matthew 5:9. മത്തായി 5:9 ക്രിസ്തു പറഞ്ഞതിന്റെ നേരെ വിപരീത സ്വഭാവമുള്ളവരാണ് അവർ.
കർത്താവ് പറഞ്ഞത് സമാധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ ഈ കൂട്ടർ ഭിന്നത ഉണ്ടാക്കുന്നവരായിരിക്കും. ഭിന്നത ഉണ്ടാക്കുന്ന ചിലപ്പോൾ ഇവർ കാര്യമായിട്ടൊന്നും ചെയ്യത്തില്ല കേട്ടോ. ഒരു ചെറിയ അവരുടെ പറഞ്ഞല്ലോ ലോകപ്രകാരമുള്ള ജ്ഞാനം, ബുദ്ധിയുടെ ഒരു ചെറിയ ട്വിസ്റ്റേ ഉള്ളൂ. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, വളരെ രമ്യതയോടെ സ്നേഹത്തോടെ പോയ ഭാര്യയും ഭർത്താവും. ഇവരുടെ സ്നേഹവും ഐക്യതയും ഒക്കെ കണ്ടിട്ട് അസൂയ തോന്നിയ ഒരുത്തൻ പറഞ്ഞു, നിങ്ങളെ തമ്മിൽ ഞാനൊന്ന് അടിപ്പിക്കട്ടെ. രണ്ടുപേർക്കും ഉറപ്പുണ്ട് ഞങ്ങൾ തമ്മിൽ അടിയിടത്തില്ലെന്ന്. അതുകൊണ്ട് രണ്ടുപേരും ചാലഞ്ച് ഏറ്റെടുത്തു. ശരി എന്നെ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു ഇങ്ങോട്ടൊന്ന് വരണേ. അങ്ങോട്ട് ചെന്നപ്പോ ചെവിയിൽ പറഞ്ഞു ആരോടും പറയരുതെന്ന്. അത്രേ പറഞ്ഞുള്ളൂ. കിസീസെ മത് ബോൽന, ആരോടും പറയരുത്. ഇല്ല. പക്ഷെ എന്തു പറയരുതെന്നാ പറഞ്ഞെന്ന് പറഞ്ഞില്ല കേട്ടോ. ഇത്രേ പറഞ്ഞുള്ളൂ, ആരോടും പറയരുത്. ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനകം ഇത്രയും പറഞ്ഞു, മറ്റേയാളങ്ങ് പോയി. ഭർത്താവിന് ഉറപ്പുണ്ട് മറ്റേ ആര് എൻ്റെ ഭാര്യയോട് എന്തു പറഞ്ഞാലും അതവൾ എന്നോട് പറയും. അതുകൊണ്ട് അത് കഴിഞ്ഞപ്പം ഭർത്താവ് ചോദിച്ചു, എന്താ വരുന്നില്ലേ അവൻ പറഞ്ഞേ? അപ്പം ഭാര്യ പറഞ്ഞു, ആരോടും പറയരുതെന്നാ പറഞ്ഞേ. അതായത് ഇരുന്നോട്ടെ, നീ എന്നോടങ്ങ് പറഞ്ഞാ മതി. അയ്യോ മനുഷ്യ, അയാള് പറഞ്ഞത് ആരോടും പറയരുതെന്നാ. ആരോടും പറയണ, നീ എന്നോടങ്ങ് പറ. അയ്യോ അയാള് പറഞ്ഞത് ആരോടും പറയരുതെന്നാ. ആഹാ, അപ്പം അവൻ പറഞ്ഞത് നീ കേൾക്കും, എന്നോട് പോലും പറയത്തില്ല അല്ലേ? സംഭവം പുകില എന്നാ പറയുന്നേ. അവിടെ വെച്ച് തന്നെ അടിയിട്ടെന്നാ. അപ്പൊ പറഞ്ഞതിന് സാരം എന്താ? കഥയായിരിക്കാം ഒരുപക്ഷെ ഇത്. എന്നാൽ രണ്ടു പേർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന ലോകജ്ഞാനം, അതിന് നേരെ വിപരീതമാണ് സ്വർഗത്തിലെ ജ്ഞാനം. അത് നമ്മിലുണ്ടെങ്കിൽ സ്തോത്രം, നാം പക്ഷപാതം ഇല്ലാത്തതായിരിക്കും. ഇംപാർഷ്യലായ, പക്ഷപാതരഹിതമായ ജ്ഞാനം. ഇപ്പം പക്ഷപാതമില്ലെങ്കിൽ നമുക്കൊരാളിനോട് പ്രത്യേക സ്നേഹമോ മമതയോ മറ്റൊരാളിനോട് വിരോധമോ പിണക്കമോ ഉണ്ടാവില്ല. നമുക്ക് ഒരേപോലെ എല്ലാവരെയും കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. അവിടെ നമുക്ക് സമാധാനം, രമ്യത, ഐക്യത വരുത്തുന്നതിന് യാതൊരു പ്രയാസവും കാണത്തില്ല. അതും ഈ ഇംപാർഷ്യാലിറ്റി എന്ന് പറയുന്നതും ആരുടെ സ്വഭാവമാണ്? ദൈവത്തിന്റെ സ്വഭാവമാണ്. അതിനിടയിൽ ഞാൻ ഒരു കാര്യം ഇതിനോട് ചേർത്ത് പറയാം. നമ്മുടെ വേദപുസ്തകം ദൈവശ്വാസീയമാണെന്നുള്ളതിന് ഒരു വ്യക്തമായ തെളിവാണ് ദ ഓണസ്റ്റി ഓഫ് ദ ബൈബിൾ. ദ ഓണസ്റ്റി ഓഫ് ദ ബൈബിൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ അവിശ്വാസത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ബൈബിൾ. Got it? Bible is very much honest, even with God's own friends, God's own saints. ഉലകത്തിലുള്ള സകല മനുഷ്യരിലും ഏറ്റവും സൗമ്യനായ മോശ കോപിച്ചതിനെ കുറിച്ച് മറച്ചുവെക്കാഞ്ഞ ബൈബിൾ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിന്റെ വീഴ്ചകളെ മൂടിവെക്കാത്ത ബൈബിൾ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ ദൈവം തന്നെ ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള വെളിപ്പാട് കൊടുത്ത പത്രോസിനെ സാത്താൻ വശീകരിച്ചതിനെ കുറിച്ച്
ശരിയായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ബൈബിൾ. ഓണസ്റ്റി ഓഫ് ദ ബൈബിൾ. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ബൈബിളിന്റെ വിശ്വാസീയത, വിശ്വസനീയത, ബൈബിളിന്റെ ആത്മാർത്ഥത, അത് ദൈവത്തിന്റെ പുസ്തകമാണെന്നുള്ളതിന് തെളിവാണ്. അതായത് ദൈവം ഇംപാർഷ്യൽ ആണെന്ന് ഞാനൊന്ന് തെളിയിച്ചതാ. God is impartial. That's why he is very much honest with all the failures of even the saints. വിശുദ്ധന്മാരുടെ ജീവിതത്തിലെ വീഴ്ചകളെ കുറിച്ച് പോലും മറച്ചു വെക്കാതെ നമുക്ക് എഴുതി തന്നത് ദൈവം മുഖപക്ഷമില്ലാത്തവനായതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ അബ്രഹാമിനോടും ദാവീദിനോടും മോശയോടും ഒക്കെ ദൈവം മുഖപക്ഷം കാണിച്ചേനെ. നമ്മളൊക്കെ തന്നെയായിരുന്നു അതൊക്കെ എഴുതിയിരുന്നതെങ്കിൽ നമ്മൾ അവരുടെയൊക്കെ കാര്യം മറച്ചു വെച്ചേനെ. ഉറപ്പാ. പക്ഷെ ദൈവത്തിന് മുഖപക്ഷം ഇല്ല. അതുപോലെ തന്നെ നമുക്കും മുഖപക്ഷം ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവർ മുഖപക്ഷമുള്ളവരായിരിക്കില്ല. സ്തോത്രം. മുഖപക്ഷമില്ലാത്തവരെ പൊതുവെ ആൾക്കാർക്ക് അത്ര ഇഷ്ടമല്ലെന്നുള്ളത് സത്യ. പക്ഷം പിടിക്കുന്നവരെയാണ് ജനത്തിന് ഇഷ്ടം. നമ്മൾ അങ്ങനെ ആകാതിരിക്കുക. സ്തോത്രം. ബി ഇംപാർഷ്യൽ. Do not have partiality. Do not show partiality. നമ്മൾ ഇസഹാക്കും റിബേക്കയൊന്നും ആകരുത്. ആയാൽ ബാക്കി മനസ്സിലായി കാണും. നിങ്ങൾ ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. പിടികിട്ടി. സ്തോത്രം. ഇസഹാക്കും റിബേക്കയും ആയാൽ പിള്ളേർ തമ്മിൽ തല്ലും. ഏദോമും ഇസ്രായേലും തമ്മിൽ എപ്പോഴും അടിയായിരിക്കും. ഒരുത്തന് വീട് വിട്ട് ഓടേണ്ടി വരും. ഒരുത്തൻ എന്നും ഭയത്തിൽ ജീവിതം കഴിക്കേണ്ടി വരും. അതിന് നാം ഭവനത്തിനകത്ത് മക്കളോട് പോലും ഇംപാർഷ്യലായിട്ട് ഇടപെടാവൂ. പക്ഷെ പൊതുവെ മക്കൾ കുറ്റം പറയുന്ന ഒരു സംഗതിയാണ്. 2 മക്കളുണ്ടെങ്കിൽ 2 പേരും പറയും, ആ മമ്മിയും പപ്പായും അവന്റെ പക്ഷമാണ്, ഇവിടെ പക്ഷമാണ്. സാധാരണ അത് പറയുന്നതാ. തമാശയ്ക്ക് ചിലപ്പോൾ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ. പക്ഷേ ഓൾവേസ് ബി ഇംപാർഷ്യൽ. സ്തോത്രം. ഓക്കെ, അവസാനത്തെ 8ാമത്തെ ലക്ഷണമാണ് നാം അവിടെ പിന്നീട് കാണുന്നത്. എന്താ? കപടമില്ലാത്തത്. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, കപടഭക്തിയെക്കുറിച്ച്. സ്തോത്രം. അനൂപോക്രിറ്റോസ് എന്നാണ് അവിടെ വായിക്കുന്നത്. അനൂപോക്രിസ്റ്റോസ്. ANUPO ക്രിറ്റോസ്, KRITOS. ANUPO, Anupokritos, KRITOS. Without hypocrisy. Without hypocrisy. കപടഭക്തമല്ലാത്ത, കാപട്യമില്ലാത്തത് എന്ന് പറഞ്ഞാൽ ജെന്യുവിൻ, സിൻസിയർ. സ്തോത്രം. ഓണസ്റ്റ് ആയിട്ടുള്ളത്. Never pretends to be what it is not. A person who doesn't pretend to be what he is not. ഒരുവൻ അല്ലാത്തത് ആണെന്ന് തെറ്റായിട്ട് അഭിനയിക്കാത്ത അവസ്ഥയാണത്. സ്തോത്രം. ഞാൻ എന്തല്ലയോ അത് ഞാൻ ആണെന്ന് അഭിനയിച്ച് കാണിക്കുക.
ലൈസൻസ് കയ്യിലില്ലാതെ വണ്ടി ഓടിക്കുന്ന സമയത്ത് മുമ്പിൽ ചെക്ക് ചെയ്യുന്ന പോലീസുകാരെ കണ്ടാൽ വിറയ്ക്കാതെ ഓടിക്കുക. സ്പീഡിൽ പോകല്ല, അന്നേരം ഒന്ന് സ്ലോ ചെയ്ത് സാറിനെ ഒന്ന് നോക്കിയിട്ടൊക്കെ പോവുക. ക്ലാസ്സിൽ വെച്ച് ടീച്ചർ പഠിപ്പിക്കുമ്പം ചോദ്യത്തിന്റെ ഉത്തരം അറിയത്തില്ലെങ്കിൽ ചൂളാതെ എനിക്ക് അറിയാം, ഞാൻ പറയട്ടെ എന്നുള്ള ഭാവത്തിലിരിക്കുക. ഇതൊക്കെ പറയുന്നത് ഹിപ്പോക്രസിയിൽ പെടുന്ന കാര്യമാണ്. വാട്ട് വി ആർ നോട്ട് ബട്ട് വി പ്രിറ്റൻഡ് ടു ബി സോ. അങ്ങനെ ആകാതിരിക്കുക. അപ്പോൾ ഈ 8 വിധമായ ലക്ഷണങ്ങളാണ് നമുക്ക് ശരിയായിട്ടുള്ള സമാധാനം വരുത്തുന്ന അനുഭവത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ ലക്ഷണങ്ങളൊക്കെ ഉയരത്തിലെ ജ്ഞാന ലക്ഷണങ്ങളായി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ഉള്ളവരായി സമാധാനം വരുത്തുന്നവരായിരിക്കാൻ നമ്മെ നമുക്ക് സമർപ്പിക്കാം. ഇത്രയും നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. അതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക്, 2ാം ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. 2ാം ഭാഗത്തിന്റെ പ്രവേശനത്തിൽ നമുക്കൊരിക്കൽ കൂടെ 5-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കാമല്ലോ. 5:9 മാത്യു. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. 2ാമത്തെ ഭാഗം the blessedness of, the rewards of, the gain of, the utmost happiness of those who are peacemakers. സമാധാനമുണ്ടാക്കുന്നവരുടെ നിസ്തുലമായ ഭാഗ്യാവസ്ഥ, സമാധാനമുണ്ടാക്കുന്നവരുടെ അതുല്യമായ അനുഗ്രഹാവസ്ഥ, അഥവാ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? അതാണ് നാം ഇനിയും നോക്കുവാൻ പോകുന്നത്. സ്തോത്രം. ബ്ലെസ്സഡ്നെസ്, ആ വലിയ ഭാഗ്യകരമായ അനുഭവം. സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്, സ്തോത്രം, നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഈ പറഞ്ഞതുപോലെ സ്വർഗീയ ജ്ഞാനത്താൽ നിറയപ്പെട്ടവരായി, സ്തോത്രം, സമാധാനം ഉണ്ടാക്കുന്നവരായി നിലനിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം ഭാഗ്യാവസ്ഥ അനുഭവിക്കുന്നവരായിരിക്കും. സ്തോത്രം. നമ്മളതിൻ്റെ ആ ഭാഗ്യാവസ്ഥയുടെ അർത്ഥത്തെക്കുറിച്ച് ഈ വാക്യത്തിന്റെ തുടക്കത്തിൽ ചിന്തിച്ചിരുന്നു. സ്തോത്രം. Those who enjoy enviable happiness, മറ്റുള്ളവർക്ക് അസൂയ തോന്നുമാറ് സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥയാണ് ബ്ലെസ്സഡ്നെസ് അഥവാ ഭാഗ്യാവസ്ഥ എന്നുള്ളത്. സ്തോത്രം. അവർക്ക് ലഭിക്കുന്ന ഭാഗ്യാവസ്ഥ, ചില കാര്യങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ഈ വാക്യത്തിൽ നിന്ന് മാത്രം ഉള്ളതും യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച ഭാഗത്ത് നിന്ന് ഒരെണ്ണം, ഈ 2 എണ്ണം മാത്രമേ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നുള്ളൂ. അതിൽ ഇന്ന് നാം ചിന്തിക്കുന്നത് കർത്താവായ യേശു പറഞ്ഞ ഭാഗ്യാവസ്ഥയാണ്. എന്താണ് ഭാഗ്യാവസ്ഥ? അവിടെ നാം വായിക്കുന്നു, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ഒരു പ്രയോഗവുമുണ്ട്, ദൈവത്തിന്റെ പുത്രന്മാർ എന്നൊരു പ്രയോഗവുമുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം, അത് തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ വ്യത്യാസമോ സാമ്യമോ ഒക്കെ അതിനുശേഷം നമുക്ക് പറയാം. സൺസ് ഓഫ് ഗാഡ് ആൻഡ് ചിൽഡ്രൻ ഓഫ് ഗാഡ്. Got it? സൺസ് ഓഫ് ഗോഡും ചിൽഡ്രൻ ഓഫ് ഗോഡും നമുക്ക് കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും ഒരല്പം വ്യത്യാസമുണ്ട്. നമുക്ക് പിന്നീട് ഒടുവിൽ നമുക്ക് ചിന്തിക്കാം. ഞാൻ വിട്ടുപോകുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തുക. ഇവിടെ നമ്മൾ കാണുന്നത് അവർ ദൈവത്തിന്റെ
പുത്രന്മാരെന്നോ മക്കളെന്നോ? ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കും. പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ആക്ച്വലി ദിസ് ഈസ് എ മെസ്സിയാനിക് ടൈറ്റിൽ. മശിഹയ്ക്ക് പറയപ്പെട്ടിരിക്കുന്ന ഒരു ശീർഷകമാണ് ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളത്. ദൈവപുത്രൻ. മനുഷ്യർക്ക് പൊതുവെ അത് ഉപയോഗിച്ചിട്ടില്ല. പ്രത്യേകിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ. മറ്റപ്പോസ്തലന്മാരൊക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് താനും. നമുക്ക് ആദ്യം ദൈവപുത്രന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുമ്പോൾ എന്താ നമ്മൾ അർത്ഥമാക്കുന്നത്? When we call Jesus the Son of God, what does it mean? ഞാൻ കഴിഞ്ഞൊരു ദിവസം നിത്യതയിൽ വിശ്രമിക്കുന്ന സുവിശേഷ പ്രസംഗകൻ തിരുവട്ടാർ ആർ കൃഷ്ണൻകുട്ടിയുടെ ഒരു മെസ്സേജിന്റെ ഒരു തുടക്കം ഞാനൊന്ന് കേട്ടു. അദ്ദേഹം കുറെ നാളുകളായി നിത്യവിശ്രമത്തിൽ പ്രവേശിച്ചിട്ട് തൻ്റെ ആരോഗ്യമുള്ള കാലത്ത് എവിടെയോ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ്. അതിൽ യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. പലരും കരുതുന്നത് യേശു ദൈവപുത്രൻ, ദൈവം പുത്രന്റെ പിതാവ്. അപ്പോൾ ഇവർ ചോദിക്കുന്നു, മാതാവ് എവിടെ? പിതാവുണ്ട്, പുത്രനുണ്ട്, മാതാവ് എവിടെ? അതിന് അദ്ദേഹം ചോദിക്കുന്ന ഒരു രസകരമായ ഒരു താരതമ്യം, ഒരു കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻ. ഭാരതത്തെ വിളിക്കുന്നത് എങ്ങനെയാണ്? ഭാരത് മാത. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഗാന്ധിജി. നമ്മളൊക്കെ ആരാണ്? ഭാരതത്തിന്റെ മക്കൾ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഭാരതമാതാവിൽ, ഈ ഭാരത എന്ന രാഷ്ട്രപിതാവിൽ നിന്നും ജനിച്ചവരാണ് നമ്മളെന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലും അല്ല. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം അത്. അപ്പോൾ ഒരാളിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ ഒരു ബയോളജിക്കൽ ഫാദർഹുഡ് അതിൽ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ചിലരൊക്കെ കളിയാക്കി ചോദിക്കാറുണ്ടല്ലോ, യേശു ദൈവപുത്രനാണെങ്കിൽ യോസേഫാണോ അപ്പൻ, അതോ ദൈവമാണോ അപ്പൻ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ഭാര്യ ആരാ? യേശുവിന്റെ മാതാവ് ആരാ? മറിയയാണോ? അപ്പോൾ മറിയ ദൈവത്തിന്റെ ഭാര്യയാണോ? അതോ പരിശുദ്ധാത്മാവാണോ? പിതാവും മാതാവും പുത്രനും എന്നല്ലേ പറയേണ്ടത്? എന്നൊക്കെ നമ്മൾ ട്രിനിറ്റിയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്നതുമാണ്. യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുമ്പോൾ നാം അർത്ഥമാക്കുന്നത് ആത്യന്തികമായും എന്താണ്? One who resembles the Father. One who possesses all the characteristics of the Father. One who completely depicts the nature of the Father. ദൈവപുത്രൻ എന്ന് യേശുവിനെ വിളിക്കുമ്പോൾ നാം അർത്ഥമാക്കുന്നത്, ബൈബിൾ അർത്ഥമാക്കുന്നത്, ദൈവം എന്ന പിതാവിൻ്റെ സ്വഭാവ വിശേഷണങ്ങളെല്ലാം
സമ്പൂർണതയോടെ വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തി. സ്തോത്രം. യേശുക്രിസ്തുവിൽ ദൈവീക സ്വഭാവങ്ങളുടെ മൂർത്തിഭാവം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് അർത്ഥം ദൈവപുത്രൻ എന്നതിനാൽ. ഇവിടെ സമാധാനമുണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് they will be called the huioi, H-U-I-O-I, H-U-I-O-I, huioi of Theos, God. ദൈവത്തിന്റെ പുത്രന്മാർ, not ടെക്നോൻ. ടെക്നോൻ അല്ലെങ്കിൽ ടെക്നോൻ എന്ന് പറഞ്ഞാൽ ചൈൽഡ്, ചിൽഡ്രൻ. ടെക്നോസ് ചൈൽഡ്, ടെക്നോൻ ചിൽഡ്രൻ. ഹുയോയ് മക്കൾ, പുത്രന്മാർ. സ്തോത്രം. രണ്ട് പ്രയോഗങ്ങളാണിത്. ദൈവത്തിന്റെ മക്കളെന്നും ദൈവത്തിന്റെ പുത്രന്മാർ എന്നുമുള്ള വിളികളുണ്ട്. സ്തോത്രം. യോഹന്നാൻ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് അല്ലെങ്കിൽ പുത്രൻ എന്ന പ്രയോഗം യോഹന്നാൻ നടത്തുന്നത് ക്രിസ്തുവിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാ യോഹന്നാൻ 1:12 യോഹന്നാൻ പറയുന്നത് അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും, അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം അവർക്ക് അധികാരം നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ പുത്രന്മാരെന്നല്ല, മക്കളെന്ന. സ്തോത്രം. എന്നാൽ ഇവിടെ മത്തായി പറയുന്നത് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്നാണ്. ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ പുത്രൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതാണ് ഹുയോയ്. അതിന്റെ അർത്ഥമാണ് they shall be resembling God. ആരാണ് പുത്രൻ? പുത്രൻ, son or sons. Son is the one who possesses the same characteristics of the father. സ്തോത്രം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്, നാം സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സമാധാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രകൃതമാണ്, ദൈവത്തിന്റെ സ്വഭാവമാണ്. വേഗത്തിൽ പറയാമല്ലോ, പിതാവായ ദൈവത്തെ എന്താ വേദപുസ്തകം വിളിക്കുന്നത്? നമ്മുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് the Father is called the God of peace. സമാധാനത്തിന്റെ ദൈവം എന്നാണ് ബൈബിൾ ദൈവത്തെ വിളിക്കുന്നത്. എളുപ്പം ഒന്ന് വായിച്ചോളൂ. Romans chapter 15 and verse 13. റോമർ 15:13. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. റോമാലേഖനം 16 verse 20 please. 16:20. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ മതി. 15:13 നമ്മൾ കണ്ടു, ദൈവം നമ്മെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നു.
16:20 വായിക്കുന്നു സമാധാനത്തിന്റെ ദൈവം. അതുപോലെ തന്നെ 1 തെസ്സലോനിക്ക ലേഖനം 5:23 നാം കാണുന്നു ദ ഗോഡ് ഓഫ് പീസ്, സമാധാനത്തിന്റെ ദൈവം. 2 കൊരിന്ത്യർ ലേഖനം 13:11, 2 Corinthians 13:11. അതും കൂടെ വായിക്കാം. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചുകൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം. ഹീബ്രൂസ് 13:20 അവിടെയും നാം അത് തന്നെ കാണുന്നുണ്ട്. സമയത്തിന് ചുരുക്കം കൊണ്ട് വായിപ്പിക്കുന്നില്ല. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഈ 20ഉം 21ഉം വാക്യങ്ങളും ഒരു ആശീർവാദ വചനമാണ്. മനഃപാഠമാക്കി ആശീർവാദമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ബൈബിൾ ദൈവത്തെ വിളിക്കുന്നത് സമാധാനത്തിന്റെ ദൈവം. He is both the source and the object of peace. God is both the source and the object of peace. സ്തോത്രം. സമാധാനം നൽകുന്ന ദൈവവും സമാധാനത്തിന്റെ ദൈവവുമാണവൻ. യേശുക്രിസ്തുവിനെ എന്താ വിളിക്കുന്നത്? ബൈബിൾ എന്താ പറയുന്നത്? Prince of Peace. Yes. Isaiah chapter 9 verse 6. Isaiah 9:6. യേശുക്രിസ്തുവിനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് അവിടെ നാം കാണുന്നത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കും. സ്തോത്രം. സമാധാന പ്രഭു, പ്രിൻസ് ഓഫ് പീസ്. യേശുക്രിസ്തുവിന്റെ ജനന സമയത്തും ഫസ്റ്റ് ക്രിസ്മസ് മെസ്സേജ്, ആദ്യത്തെ ക്രിസ്മസ് മെസ്സേജ് എന്തായിരുന്നു? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സ്തോത്രം. സമാധാന പ്രഭു, സമാധാനദായകൻ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ് നമുക്ക് മനഃപാഠമാണത്. സ്തോത്രം. ലൂക്ക് 2:14. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സ്തോത്രം. അപ്പോൾ സമാധാന പ്രഭു. അപ്പോൾ പിതാവ് സമാധാനത്തിന്റെ ദൈവം, പുത്രനെ വിളിക്കുന്നു സമാധാന പ്രഭു. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പേര് ആശ്വാസപ്രദൻ എന്ന, കംഫർട്ടർ. ജോൺ 14 നമുക്കറിയാം. അതുകൂടാതെ ഗലേഷ്യൻസ് 5:22, ഗലാത്യർ 5:22 നാം കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെക്കുറിച്ച്. വായിച്ചു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. പരിശുദ്ധാത്മാവിന്റെ ഫലം സമാധാനം, ആശ്വാസം നൽകുന്ന ദൈവമാണ്. സ്തോത്രം. അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ഇവിടെ അവരെ വിളിക്കുന്നത് ദൈവത്തിന്റെ പുത്രന്മാരെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിൽ കാണുന്ന അതേ സ്വഭാവം ആരിൽ കാണുന്നു? ഈ സമാധാനം ഉണ്ടാക്കുന്നവരിൽ കാണുന്നു. സ്നാനപ്പെട്ടതുകൊണ്ട് ഒരാള്
ദൈവപുത്രനാകുന്നില്ല. ചർച്ചിൽ പോകുന്നത് കൊണ്ടും സ്തോത്രകാഴ്ചയും ദശാംശവും അർപ്പിക്കുന്നത് കൊണ്ടും ഒന്നും നാം ദൈവത്തിന്റെ പുത്രീപുത്രന്മാരാകുന്നില്ല. ദൈവത്തിന്റെ പുത്രീപുത്രന്മാരെന്ന് വിളിക്കപ്പെടണമെങ്കിൽ നമുക്ക് ദൈവിക സ്വഭാവമുള്ളവരായി മാറണം. ദൈവിക സ്വഭാവം നമ്മിൽ നാം കൃഷി ചെയ്തെടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ പുത്രീപുത്രന്മാരെന്ന് വിളിക്കപ്പെടാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ സ്വഭാവം പ്രകടമാക്കുന്നോ നമ്മൾ ആ ആളിന്റെ പുത്രീപുത്രന്മാരാണ്. സ്തോത്രം. ഇവിടെ ഏറ്റവും ശ്രേഷ്ഠകരമായ ഭാഗ്യാവസ്ഥയാണ് നമ്മുടെ ഐഡന്റിറ്റി. നാം സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാർ, ദൈവത്തിന്റെ പുത്രിമാർ എന്ന് വിളിക്കപ്പെടുകയാണ്. ദൈവ സ്വഭാവത്തെ നമ്മൾ പ്രകടമാക്കുന്നവരാണ്. സ്തോത്രം. ദൈവം എന്ന പിതാവിന്റെ സ്വഭാവം പുത്രിപുത്രന്മാരായ നമ്മിൽ പ്രകടമാകുന്നു, വെളിപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നാം സമാധാനം വരുത്തുന്നവരാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. നമുക്ക് ഉള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നാം ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മെ ഓണർ ചെയ്യുന്നത് എങ്ങനെയാ? ദൈവം നമ്മെ ആദരിക്കുന്നത് എങ്ങനെയാ? സ്തോത്രം. ദൈവത്തിന്റെ പുത്രത്വം നമുക്ക് നൽകിക്കൊണ്ട. ഇന്ന് രാത്രി എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? ദൈവം നമ്മെ ആദരിക്കുന്നത്, നമ്മൾ ചിലപ്പോ പറയും, ഓ കർത്താവ് എന്നെ മാനിച്ചു, ഭൗതികമായ നന്മകളൊക്കെ കിട്ടുമ്പോ എന്നെ മാനിച്ചു. അയ്യോ, ദൈവം നമ്മെ മാനിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന വസ്തുക്കളെ തന്നിട്ടല്ല, പകരം തൻ്റെ പേര് നമുക്ക് തന്നുകൊണ്ടാണ്. സ്തോത്രം. അത് മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതറിയുമ്പോഴാണ് യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ പുത്രൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്കിലും അതേ ആശയത്തിൽ യോഹന്നാൻ പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. ഹല്ലേലൂയ. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളവരെന്നും പണമുള്ളവരെന്നും ഒന്നും വിളിക്കപ്പെടുവാനായിട്ടല്ല. യാതൊന്നും നമുക്കില്ലെങ്കിലും നമ്മുടെ സൗന്ദര്യമില്ലാത്ത ശരീരം, ആരോഗ്യമില്ലാത്ത ശരീരം, രോഗങ്ങൾ ബാധിച്ച ശരീരം, ബുദ്ധിയില്ലാത്ത തലച്ചോറ്, പഠിക്കാൻ കൊള്ളാത്ത ഒരു തലച്ചോറൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ എന്ന് പറയുന്നത് ദൈവം നമ്മെ തൻ്റെ മക്കൾ, പുത്രിപുത്രന്മാർ എന്ന് വിളിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തെ പിതാവേ എന്ന് വിളിപ്പാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം എത്ര ശ്രേഷ്ഠമാണ്. ഇന്ന് രാത്രി അത് ഓർത്ത് നമുക്ക് അല്പസമയം നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവമേ, അങ്ങേ പിതാവേ എന്ന് വിളിപ്പാൻ എനിക്ക് ലഭ്യമായ ഭാഗ്യാവസ്ഥ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ പുത്രിപുത്രന്മാരായിട്ട് ദൈവം നമ്മെ അംഗീകരിക്കുന്ന അംഗീകാരത്തെക്കാൾ വലിയ ഒരു മാന്യത നമുക്ക് ഉലകത്തിലില്ല കേട്ടോ, ഉലകത്തിലില്ല. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് കോളർ പിടിക്കാൻ, നമുക്ക് സന്തോഷിപ്പാൻ, നമുക്ക് പ്രശംസിപ്പാൻ കഴിയുന്നെങ്കിൽ ഒറ്റ വിഷയം, ദൈവം എന്റെ പിതാവായി എന്നുള്ളതാണ്. God became my father. I am his son. I am his daughter. ഞാൻ ആ ദൈവ പിതാവിന്റെ മകനായി, പുത്രനായി, പുത്രിയായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ശത്രുവായിരുന്ന എന്നെ, സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദ ലോർഡ്, കോപത്തിന്റെ മകനും മകളുമായിരുന്ന നമ്മെ ദൈവം തൻ്റെ സ്നേഹത്തിന്റെ പുത്രന്മാരാക്കി തീർത്തെങ്കിൽ അവന്റെ പിതൃത്വം, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നൽകി നമ്മെ ആ പിതാവിന്റെ പുത്രിപുത്രന്മാരായിട്ട് അംഗീകരിക്കുന്നെങ്കിൽ നോ മോർ ആൻ അപ്രൂവൽ. ഇതിനേക്കാൾ വലിയൊരു അംഗീകാരം നമുക്ക് ലഭിക്കാനില്ല കേട്ടോ. ഇതിനേക്കാൾ വലിയൊരു അംഗീകാരം. ഹല്ലേലൂയ.
ആ ശ്രേഷ്ഠകരമായ അനുഭവം നമുക്ക് ദൈവം നൽകിയതിനാൽ നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഇത്ര ശ്രേഷ്ഠകരമായ അനുഭവം അങ്ങനെക്ക് നൽകിയല്ലോ, സ്തോത്രം. അങ്ങയുടെ നാമത്തിന് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് തിരുപ്പാദങ്ങളിലേക്ക് നമുക്ക് ഇന്ന് രാത്രിയിൽ അടുത്തു വരാം. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി തീർന്നിരിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആമീൻ നമ്മുടെ പിതാവിന് മഹത്വം അർപ്പിക്കട്ടെ. പിതാവിന്റെ സ്വഭാവം നമ്മിലൂടെ വെളിപ്പെടുത്തട്ടെ. നമ്മുടെ പ്രവൃത്തികളിലൂടെ, സ്തോത്രം, നമ്മുടെ സ്വഭാവത്തിലൂടെ ദൈവത്തിന്റെ പിതൃത്വം, നമുക്കുള്ള ദൈവത്തിന്റെ പിതൃത്വം, സ്തോത്രം, വെളിപ്പെടട്ടെ. നാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും എന്ന് വെളിപ്പെടട്ടെ. ആയതിനായി നമുക്ക് നമ്മെ സമർപ്പിക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.